ഹായ്. അപ്പോൾ വീണ്ടും നമ്മൾ +2ന്റെ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ന്യൂമറിക്കൽ സെക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓണം എക്സാമിന് ഫുൾ മാർക്ക്, കണക്ക് ചോദ്യങ്ങളിൽ ഫുൾ മാർക്ക് ഞാൻ ഗ്യാരണ്ടി തരുന്നു. ക്ലിയർ ആണല്ലോ? അപ്പം എന്തുകൊണ്ടാണ് സാറേ രണ്ടാമത്തെ ചാപ്റ്ററിൽ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ നിങ്ങൾക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് കുറച്ചുകൂടെ ആപ്ലിക്കേഷൻസ് കയറി വരുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ച് ആക്സിയൽ പോയിന്റ്, ഇക്വിറ്റോറിയൽ പോയിന്റ് ആ റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. അത് നമ്മൾ എല്ലാ വർഷവും ചെയ്ത് പഠിക്കുന്നത്. അതും ഉടനെ തന്നെ ഞാൻ ക്ലാസ് ഇടുന്നതായിരിക്കും. ഇനി നമ്മളിപ്പം ഇന്നത്തെ ദിവസം പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലെ ന്യൂമറിക്കൽ സെക്ഷൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് രണ്ട് ചോദ്യങ്ങൾ പഠിപ്പിക്കുന്നു എങ്കിലും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പക്ക ബേസ് അടിച്ച് ഞാനത് പറഞ്ഞു തരും. നിങ്ങൾ എന്ത് ചെയ്യണം? ഓണം എക്സാമിന് പോയി എഴുതണം, പാസ് മാർക്ക് വാങ്ങിക്കണം. പാസ് ആവുന്നവർക്ക് പാസ് മാർക്ക്, ഫുൾ വാങ്ങിക്കാൻ കഴിയുന്നവർ ഫുൾ വാങ്ങിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. സ്ക്രീനിലെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്താ പറഞ്ഞേക്കുന്നത് മക്കളെ? ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ വിത്ത് എയർ ബിറ്റ്വീൻ, ആ പ്ലേറ്റുകൾക്കിടയിൽ ഫോർ എക്സാമ്പിൾ മക്കളെ ഇതാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് വെച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടത്തെ ഇവർ തമ്മിലുള്ള സ്പേസിനകത്ത് എയർ ആണ്. ഈ രണ്ട് പ്ലേറ്റുകളുടെ ഗ്യാപ്പിനകത്ത് എയർ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അതില് ഓരോ പ്ലേറ്റിന്റെയും ഏരിയ, അങ്ങനല്ലേ, ഈച്ച് പ്ലേറ്റ്, ഓരോ പ്ലേറ്റിനും ഈ പ്ലേറ്റിന്റെ ഏരിയ എത്ര എന്ന് കൃത്യമായിട്ടും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. മക്കളെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഈക്വൽ ടു എത്രയാ? 3 × 10⁻³ മീറ്റർ സ്ക്വയർ. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ മക്കളെ? ഓരോ പ്ലേറ്റിന്റെയും ഏരിയ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടില്ല. അത് എത്രയാ? 6 × 10⁻³ മീറ്റർ സ്ക്വയർ ആണ്. ഏരിയ ആയതുകൊണ്ട് യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി എന്താ തന്നേക്കുന്ന അടുത്തത്? മക്കളെ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത്, ഡി എന്ന് പറയുന്നത് 3 mm ആണ്, 3 മില്ലിമീറ്റർ ആണ്. അപ്പം ഡി എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 മില്ലിമീറ്റർ ആണ്. 3 മില്ലിമീറ്റർ ആണ്. എന്നിട്ട് ചോദിക്കുന്നു എന്താണ് ഈ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ്? ഏരിയ, രണ്ട് പ്ലേറ്റുകളുടെ ഏരിയ ഈ വാല്യൂ ആയ, അവർ തമ്മിലുള്ള ദൂരം ഇത്രയായ ഒരു കപ്പാസിറ്ററിൽ ഉണ്ടാകുന്ന കപ്പാസിറ്റൻസ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കറിയാം മക്കളെ, നിങ്ങൾ എല്ലാവരും ആ ഇക്വേഷൻ പഠിച്ച ആൾക്കാരാണ്. അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പൊ പഠിച്ചു വെക്കുക. നോക്ക് മക്കളെ, സി ഈക്വൽ ടു കപ്പാസിറ്റൻസ് ഈക്വൽ ടു നോക്കിക്കേ ε0 A/d. ε0 A/d. അപ്പൊ ചോദിക്കും, നമ്മൾ എയും ഡിയും സാറ് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ε0 ആര് സാറേ എന്ന് ചോദിക്കാം മക്കളെ. അതാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എന്തായിരിക്കും മക്കളെ? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിനെ ε0 എന്നാണ് വിളിക്കുന്നത്. അതിനൊരു ഫിക്സഡ് ആയിട്ടൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് അടിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ രക്ഷയില്ല, അല്ലെങ്കിൽ കണക്ക് കിട്ടത്തില്ല. ε0 എന്തായാലും ബൈ ഹാർട്ട് അടിക്കണം. എങ്ങനെ അടിക്കാം? ε0 ഈക്വൽ ടു 8.854 × 10⁻⁻12. 10⁻⁻12 എൻ്റെ യൂണിറ്റുകളൊക്കെ ഉണ്ടേ. ഇപ്പൊ നമ്മൾ ആ വാല്യൂ മാത്രമേ പഠിക്കുന്നുള്ളൂ. എന്താ മക്കളെ ε0 എന്ന് വെച്ചാൽ എന്താണ്? പറ, സാറ് പഠിപ്പിച്ചു. എന്താ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്? വാല്യൂ എത്രയാണ്? 8.854 × 10⁻⁻12. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ മിടുക്കരാണ്. മക്കളെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേടാ? ഇനി നിങ്ങളൊന്ന് നോക്കിയേ മക്കളെ, ഇവിടെ മീറ്റർ സ്ക്വയർ ആണ് കിടക്കുന്നത്, ഇവിടെ മില്ലിമീറ്റർ. ശരിയാവോ? ഒരു കണക്കിൽ രണ്ട് ഡിഫറെന്റ് യൂണിറ്റ് വരൂ. രണ്ട് ഡിഫറെന്റ് യൂണിറ്റ് അല്ല, ഒരു SI യൂണിറ്റ് സിസ്റ്റവും ഒരു CGS യൂണിറ്റ് സിസ്റ്റവും വരൂ? വരത്തില്ല മക്കളെ. മില്ലിമീറ്റർ മാറ്റി എന്താക്കണോടാ? മീറ്റർ ആക്കുക. പഠിച്ചു വെക്കേ. മില്ലിമീറ്റർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് എന്താക്കണം മക്കളെ? മീറ്റർ ആക്കണം. അപ്പൊ ചോദിക്കുക അതെങ്ങനെ സാർ ചെയ്യുന്നു? അതെങ്ങനെ സാർ ചെയ്യുന്നു? മക്കളെ പഠിച്ചു വെക്കടാ. മക്കളെ നിങ്ങൾക്ക് മില്ലിമീറ്റർ ആണ് തന്നേക്കുന്നതെങ്കിൽ അവനെ മീറ്ററിലാക്കാൻ തന്നേക്കുന്ന നമ്പറിനെ ഇൻറ്റു 10⁻³ ചെയ്യുക. മില്ലിമീറ്ററിൽ തന്നു കഴിഞ്ഞാൽ മീറ്റർ ആക്കാൻ 10⁻³ കൊണ്ട് ഗുണിക്കണം. നോക്കിക്കേ,
ഈക്വൽ ടു 3 ഇൻറ്റു 10⁻³ ഇത്രയേ ഉള്ളൂ കാര്യം. ക്ലിയർ? ഓക്കെ അല്ലേ? ഇക്വേഷൻ പറ, കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ പറ. C ഈക്വൽ ടു ε0 A/d. C ഈക്വൽ ടു ε0 A/d. ക്ലിയർ ആണല്ലോ? ഇനി ദാ ε0ക്ക് പകരം മക്കളെ പിന്നെ ഒരു കാര്യം ഉണ്ടോടാ, ε0 A എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ε0 ഇൻറ്റു A ആണ് മക്കളെ. അതാ നോക്കിക്കേ, 8.854 ഇൻറ്റു 10⁻12 ഇൻറ്റു ക്ലിയർ. ഏരിയ ദാ A കിടക്കുന്നു. ഏരിയ എത്ര പറ? 6 ഇൻറ്റു 10⁻³ 6 ഇൻറ്റു 10⁻³ മക്കളെ ക്ലിയർ അല്ലേടാ കാര്യങ്ങൾ? ഡൗട്ട് ഉണ്ടാ? ദാ ഇവിടെ ഒരു വര കിടക്കുന്ന കണ്ടാടാ, ആ വര ഞാൻ അതേപോലെ ഇവിടെ വരച്ചു. ഡി എത്ര മക്കളെ നിങ്ങൾ പഠിച്ചു? 3 മില്ലിമീറ്റർ ആയിരുന്നു. സാറ് പറഞ്ഞു 3 മില്ലിമീറ്റർ എന്താക്കണം, മീറ്റർ ആക്കണമെന്ന് പറഞ്ഞു. മീറ്റർ ആക്കി എത്രയാക്കി പറ? 3 ഇൻറ്റു 10⁻³ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലോട്ട് വന്നിട്ടേ ഞാനത് അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിപ്ലൈ തരത്തില്ലേ? അത് ഇങ്ങോട്ട് നോക്ക്. ഇത് ക്ലിയർ അല്ലേ? പഠിക്കുന്നത് എന്താ? കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പറ. C ഈക്വൽ ടു ε0 A/d. C ഈക്വൽ ടു ε0 A/d. ഇനി ഇത്രയും വലിയ കണക്ക് ചെയ്യുമ്പോൾ ഇന്നത്തെ സമയം മൊത്തവും പോകും. ശരിയാണ്, കറക്റ്റാണ്. കാര്യം നിങ്ങൾക്ക് സ്റ്റേറ്റിലെ കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. പാവം CBSE കുട്ടികൾക്ക് അത് പറ്റത്തില്ല, അവരല്ലാതെ തന്നെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റേറ്റാണ് ഫോളോ ചെയ്യുന്നത്. വയ്യടെ ചെയ്യാൻ വയ്യ, അതാണ് കാര്യം. ഇതാ ഇങ്ങോട്ട് നോക്കിക്കോ മക്കളെ, ഇതിൻ്റെ ഉത്തരം വരുന്നതെന്ന് പറയുന്നത് ഇതാ നോക്കിക്കേ, 17.71 ഇൻറ്റു 10⁻12 എന്ന് വരും. അല്ലെങ്കിൽ 1.7 ഇൻറ്റു 10⁻, അങ്ങനെയും വരാം. അപ്പം ഈ ഒരു വാല്യൂ ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? അത് പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം മോഡൽ ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ പെട്ടെന്ന് ചെയ്ത് പോകണ്ടേ? ഇത്ര ചാപ്റ്റർ കിടക്കും, നമുക്ക് 5 ചാപ്റ്റർ പഠിക്കാനുണ്ട്, അതാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പം കപ്പാസിറ്റൻസ് ഇക്വേഷൻ C ഈക്വൽ ടു ε0 A/d. C ഈക്വൽ ടു ε0 A/d ചെയ്തു. ഇത്രയുള്ള കാര്യം. ഇതാണ് ഉത്തരം. കപ്പാസിറ്റൻസ് കിട്ടി. ഇനി നോക്കിക്കേ മക്കളെ, ഇവിടെ എന്താ വേറൊരു ഇക്വേഷൻ വരുന്നല്ലോടാ, അല്ലേ? എന്താ ഇക്വേഷൻ? വേറൊരു ചോദ്യം അതിൻ്റെ അകത്തുണ്ടല്ലേ, നമ്മളെ ശ്രദ്ധിച്ചില്ല. എന്താ ചോദ്യം മക്കളെ? അങ്ങനെയാണെങ്കിൽ അതിലെ ചാർജ് കണ്ടുപിടിക്കുക. ആ പ്ലേറ്റിലെ ചാർജ് മക്കളെ Q ആണ് കണ്ടുപിടിക്കേണ്ടത്. Q കണ്ടുപിടിക്കാൻ പഠിച്ചു വെക്ക്. Q കണ്ടുപിടിക്കാൻ, ചാർജ് കണ്ടുപിടിക്കാൻ Q ഈക്വൽ ടു C ഇൻറ്റു V. C ഇൻറ്റു V. അപ്പൊ ക്വസ്റ്റ്യനിൽ V തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാതെ എത്ര മക്കളെ? V എന്ന് പറയുന്നത് 100 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ചാർജിനെ കണ്ടുപിടിക്കാൻ കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ് ആണ്. ചാർജിനെ കണ്ടുപിടിക്കാൻ കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ് ആണ്. അപ്പൊ നോക്കാം, ഇതാ കപ്പാസിറ്റൻസ് എത്ര മക്കളെ? 17.71 ഇൻറ്റു 10⁻12 ഇൻറ്റു 100. ഉത്തരം പറ. ഇത് എളുപ്പമാണോ? ഇത് എളുപ്പമാണ്. എങ്ങനെ ചെയ്യും പറയൂ? എന്താ എങ്ങനെ ചെയ്യും പറ മക്കളെ, എങ്ങനെ ചെയ്യൂടാ? നോക്കിക്കേ, പറയാവോ ആർക്കെങ്കിലും? എടാ മക്കളെ, ഇത് ചെയ്യേണ്ട ബേസ് ഞാൻ പറഞ്ഞു തരട്ടെ. 17.71 ഇൻറ്റു 10⁻12 ഇൻറ്റു 100നെ എനിക്ക് 10ന്റെ പവറിൽ എഴുതണം. 10 ഇൻറ്റു 10 ആണ്, അതായത് 10 സ്ക്വയർ ആണ് 100 എന്ന് പറയുന്നത്. 10 സ്ക്വയർ അല്ലേ? ആണല്ലോ മക്കളെ. അപ്പം നോക്കിക്കേ, അത് വേണ്ട, ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ മക്കളെ, അത് അവസാനം ഇവിടെ 2 പേരുണ്ട്, ഇവിടെ -12 പേരുണ്ട്. രണ്ടും കൂടെ കൂട്ട്. അപ്പോൾ എത്രയുണ്ട്? -10. അപ്പോൾ മക്കളെ 17.71 ഇൻറ്റു 10⁻10 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കുന്നത് നമ്പർ തെറ്റിയാലെന്നുള്ള പേടിയാണ് കേട്ടോ. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും നമ്പർ തെറ്റുന്നെങ്കിലേ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ടാണ് കേട്ടോ മക്കളെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാടാ ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ വന്നിട്ടേക്കാണ്, ഞാൻ അപ്പം തന്നെ റിപ്ലൈ തരും. ഉറപ്പാണ്. ഈ കാര്യം മനസ്സിലായില്ലേ മക്കളെ? അപ്പോൾ അടുത്ത സെക്ഷൻ ഹാൻഡിൽ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ത് കണ്ടുപിടിക്കാനാണ്? കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനായിരുന്നു. ഇനി നമുക്ക് മക്കളെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പഠിക്കണം. എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ V കണ്ടുപിടിക്കാൻ പഠിക്കണം. ക്യാപിറ്റൽ V കണ്ടുപിടിക്കാൻ പഠിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. സ്ക്രീനിൽ കാണുന്നത് പോലെ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ മക്കളെ. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കുറച്ച് നമ്പേഴ്സ് ഇതിൽ തരുന്നുണ്ട്. നോക്കാം നമുക്ക്. എന്താ ക്വസ്റ്റ്യൻ?
കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് പി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. എടാ മക്കളെ, നിങ്ങളുടെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്. ഇതൊരു ചാർജാണ്, ഒരു നെഗറ്റീവ് ചാർജാണെന്ന് വെച്ചു. ഈ ചാർജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 × 10⁻⁻7 കൂളോംബാണ്. ക്ലിയർ ആണല്ലോ? അതിലെ അതിനകത്ത് പറഞ്ഞേക്കുന്നത് 4 × 10⁻⁻7 കൂളോംബാണ്. ആ പോയിന്റ് ചാർജിൽ നിന്നും 9 സെന്റിമീറ്റർ അകലെയായിട്ട് ഈ ദൂരം, ഈ ചാർജ് മുതൽ ആ പോയിന്റ് ഉണ്ടല്ലോ മക്കളെ, ഒരു പി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ചാർജ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ് എങ്കിൽ, 9 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്ര? ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യമേ നമുക്ക് നോക്കേണ്ട കാര്യം, നമ്മളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്. അതിനുമ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വി ഈക്വൽ ടു 1/4πε0 Q/R. Q എന്ന് പറയുന്നത് ചാർജാണ്. R എന്ന് പറയുന്നത് ഈ പോയിന്റും ഈ ചാർജും തമ്മിലുള്ള അകലമാണ്, ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? മനസ്സിലായില്ലേടാ പറഞ്ഞ കാര്യം? ഓക്കെ അല്ലേ? ഇങ്ങോട്ട് നോക്ക്, സിമ്പിളാണ് കാര്യങ്ങൾ. നമ്മൾ പഠിക്കുന്നതിൻ്റെ പ്രശ്നമാണടാ. സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ന്യൂമറിക്കൽ സെക്ഷൻസ് എല്ലാം. അത് നോക്കിക്കേ ഇങ്ങോട്ട്. നമുക്ക് ഇക്വേഷൻ പറയടാ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ V ഈക്വൽ ടു 1/4πε0 Q/R. ഇനി മക്കളെടാ, ഈ ഒരു സംഖ്യയുടെ ഡയറക്റ്റ് വാല്യൂ 1/4πε0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, സ്ഥിരസംഖ്യയാണ്, മാറ്റമില്ല. പഠിച്ചു വെക്കണം മക്കളെ. എടാ പഠിച്ചു വെക്കടാ, അത് പഠിച്ചു വെച്ച ഉപയോഗമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. പഠിച്ചു വെക്കുക. നോക്കുക മക്കളെ, 1/4πε0 വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁻⁹. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ, അങ്ങനെ കുറച്ച് യൂണിറ്റുകളൊക്കെ ഉണ്ട്, അത് വിട്ടേക്ക്. ഇപ്പം ന്യൂമറിക്കൽ സെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വാ ഇങ്ങോട്ട്. 9 × 10⁻⁹. അപ്പോൾ പഠിക്കാം. അരുൺ സാറ് പഠിപ്പിച്ചു 1/4πε0 പകരം എനിക്ക് ഏത് നമ്പർ കൊടുക്കാം? 9 × 10⁻⁹ കൊടുക്കാം. ക്ലിയർ? ഓക്കെ അല്ലേ മക്കളെ? അപ്പം നോക്ക്, 1/4πε0 9 × 10⁻⁹ എന്ന് വന്നില്ലേ? ഇനി ആരൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്? എടാ ക്യൂ ഉണ്ട്, ക്യൂ ഇല്ലേ? R ഉണ്ട്. അപ്പോൾ ഇനി ക്യൂ എടുത്ത് എഴുതാം. ക്യൂ എടുത്ത് എഴുതിക്കൂടെ മക്കളെ? ക്യൂ എന്ന് പറയുന്ന മക്കളെ നോക്കിക്കോടാ, ക്യൂ എന്ന് പറയുന്നത് ചാർജാണ്. ക്യൂ എന്ന് പറയുന്നതാണ് ചാർജാണ്. ഡയറക്റ്റ് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഇല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? നോക്ക്. 4 × 10⁻⁻7 കൂളോംബാണ്. അപ്പം അതൊക്കെ നോക്കണ്ട, അതൊന്നും ഇപ്പോൾ വേണ്ട. നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കുക. പിന്നെ സ്റ്റെപ്പായിട്ട് അങ്ങ് പോവാം നമുക്ക്. ആ ഒരു ഫ്ലോയിലോട്ട് പോവാം നിങ്ങൾ മക്കളെ. Q ഈക്വൽ ടു 4 × 10⁻⁻7 എന്ന് തന്നിട്ടുണ്ട്. ആറ് ഞാൻ പറഞ്ഞായിരുന്നു. എന്താ ആറെന്ന് ഞാൻ പറഞ്ഞെന്താ? ആ ചാർജും ഈ ചാർജും ഈ പോയിന്റും തമ്മിലുള്ള ദൂരമാണ് R എന്ന് പറയുന്നത്. അത് 9 സെന്റിമീറ്റർ ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സെന്റിമീറ്ററിനെ എന്താക്കണം മക്കളെ? മീറ്റർ ആക്കിയേ ചെയ്യാവോള്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ എന്താ പറഞ്ഞത്? മീറ്റർ ആക്കണം. ഇവിടെ സെന്റിമീറ്റർ ആണെങ്കിൽ അവനെയും എന്താക്കണം മക്കളെ? മീറ്റർ ആക്കണം. ക്ലിയർ ആണോ? അപ്പോൾ പഠിച്ചു വെക്ക്. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ, സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ പറ. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ തന്നേക്കുന്ന നമ്പറിനെ 10⁻⁻2 കൊണ്ട് ഗുണിക്കുക. 10⁻⁻, തന്നേക്കുന്ന നമ്പർ മക്കളെ ഇവിടെ 9 ആണ്. 9നെ -2 കൊണ്ട് ഗുണിക്കുക. അത്രയും മീറ്റർ. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേടാ? ഇനി നമുക്കെടുത്ത് ഇട്ടൂടെ സംഖ്യ നോക്കാം. നോക്കിക്കോ. വി ഞാൻ അതുപോലെ ഇട്ടു. 1/4πε0 പകരം ഇവിടെ നമ്പർ കിടക്കുന്നു. ആ നമ്പർ ഞാൻ അതേപോലെ എഴുതി. 9 × 10⁻⁹ ഇൻറ്റു ക്യൂവിന് പകരം 4 × 10⁻⁻7. 4 × 10⁻⁻7. മക്കളെ ഇവിടെ ഒരു വര കിടക്കുന്നില്ലടാ. ആ വര ഞാൻ അതേപോലെ വരച്ചു. 6ന് പകരം 9 × 10⁻⁻2. എന്ത് ചെയ്യും നോക്കാം.
മക്കളെ ഇവനും ഒരേപോലെ ഇരിക്കുന്നത്, ഡിവിഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പോൾ മക്കളിതാ നോക്കിക്കോ, അവസാനത്തെ ഉത്തരം ഈ 9 ക്യാൻസലായി പോകും. ഈ 9ഉം ഈ -7 കൂടെ ഞാൻ ആഡ് ചെയ്തു, എന്തായി മക്കളെ? 10⁻² ആവും. 10⁻². അപ്പോൾ ഡൗട്ട് വരും, അതെങ്ങനെ സാറേ മക്കളെ? 10⁻9 നോക്കിക്കോ ഇങ്ങോട്ട് നോക്കൂ, എല്ലാം പറഞ്ഞു തരാം. 10⁻9 ഇൻറ്റു 10⁻−7 എന്ന് പറയുന്നത് മക്കളെ, ഇവർ രണ്ടുപേരും കൂടെ കൂട്ടുക. ബേസ് എന്തായിരിക്കണം? 10 ആയിരിക്കണം. 10 സെയിം നമ്പർ ആയിരിക്കണം. ബേസ് എപ്പോഴും സെയിം നമ്പർ ആയിരിക്കണം മക്കളെ. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 10⁻² എന്ന് വരും. അപ്പോൾ എങ്ങനെ വരും മക്കളെ? പറ. V ഈക്വൽ ടു 4 ഇൻറ്റു 10⁻² ബൈ 10⁻−2. ഇത് എങ്ങനെ മുകളിലെടുത്ത് ഞാൻ നമുക്ക് അവസാനം എന്താകൂടാ? പറ. 4 ഇൻറ്റു 10⁻4 എന്ന് വരും. 4 ഇൻറ്റു 10⁻4 വോൾട്ട് എന്ന് വരും. ക്ലിയർ ആണോ മക്കളെ ക്വസ്റ്റ്യൻ? ഓക്കെ അല്ലേ? ഇവിടെ കുറച്ച് കൺഫ്യൂഷൻസ് വരുന്നുണ്ടല്ലേ സാറേ, അതെങ്ങനെ സാറേ ഈ 10⁻−2 10⁻4 ആയത്? മക്കളെ യവനെ ഞാൻ എടുത്ത് മുകളിൽ കൊണ്ടുപോകടാ. താഴെ ഏത് ചിഹ്നമാണോ ഉള്ളത് അത് മുകളിൽ പോകുമ്പോൾ എന്താവും മക്കളെ? റെസിപ്രോക്കൽ പോകുമ്പോൾ എന്താവും? അത് പോസിറ്റീവ് ആവും. അപ്പോൾ 10⁻2 ഇൻറ്റു 10⁻2 എന്ന് വെച്ചാൽ എന്താ? രണ്ടും കൂടെ കൂട്ട്. 10⁻4 നോക്ക്. 10⁻2 എന്താ? രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്, പവർ സെയിം ആണ്. അപ്പോൾ കൂട്ടി വയ്ക്കുന്നു 10⁻4. ഉത്തരം കിട്ടിയല്ലോ, എളുപ്പമല്ലേ? എന്താ ചെയ്തത്? ഇക്വേഷൻ പറ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ V ഈക്വൽ ടു പറ 1/4πε0 Q/R. Q എന്ന് വെച്ചാൽ ചാർജ്, R എന്ന് വെച്ചാൽ ആ ചാർജിൻ്റെ അവിടെ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് R. സെന്റിമീറ്റർ ആണെങ്കിൽ മക്കളെ അവൻ എന്താക്കണം മക്കളെ? മീറ്റർ ആക്കണം. ഓക്കെ അല്ലേടാ? അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് പഠിക്കണേ മക്കളെ. ഞാൻ ന്യൂമറിക്കൽ സെക്ഷൻസ് മാത്രമാണ് ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ തിയറി പോർഷൻസ് പഠിക്കണേ മക്കളെ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ വന്ന് പറഞ്ഞു തരും, അതങ്ങ് പഠിച്ചോണം. ഉറപ്പായിട്ടും ചോദിക്കട്ടോ, ഉറപ്പ്, ഞാൻ ഗ്യാരണ്ടി തന്നെയാണ്. ഓക്കെ. അപ്പോൾ മക്കളെ അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറച്ച് തിയറി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, എന്തൊക്കെ നിങ്ങൾ ആദ്യമേ പഠിച്ചെടുക്കണമെന്ന്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു തരും കേട്ടോ. നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാനുണ്ട് കൂടാ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഓക്കെ, ഐ ആം ബൈ സൈനിങ് ഓഫ്. ഓക്കെ, താങ്ക് യു.